ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന ജോസ്. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിവിധ മന്ത്രാലയങ്ങളുടെ 50 ലക്ഷം കോടി രൂപയുടെ ധനാഭ്യർത്ഥനകൾ ലോക്സഭ ഇന്ന് പാസാക്കി. രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ വിലങ്ങുവെച്ച് നാട്ടിലേക്ക് തിരികെ അയച്ച നടപടിയിൽ പാർലമെന്റ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മുകാശ്മീരിൽ ഭീകരവാദം മൂലമുള്ള മരണം 70% കുറഞ്ഞതായി അദ്ദേഹം രാജ്യസഭയിൽ അറിയിച്ചു. ഭീകരവാദം, ഇടതുപക്ഷ തീവ്രവാദം, വടക്കുകിഴക്കൻ മേഖലയിലെ കലാപം എന്നിവയാണ് രാജ്യം നേരിടുന്ന പ്രധാന ആഭ്യന്തര പ്രതിസന്ധികളെന്നും ശ്രീ ഷാ പറഞ്ഞു. രാജ്യത്ത് കൽക്കരി ഉൽപാദനം 100 കോടി ടൺ കടന്നതിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക വളർച്ച, സ്വയം പര്യാപ്തത എന്നിവയിൽ രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് ഈ നേട്ടമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ കഠിനാധ്വാനം, ആത്മസമർപ്പണം എന്നിവയുടെ പ്രതിഫലനമാണ് ഇതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2024 വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് കെ.വി. കുമാരൻ അർഹനായി. കന്നഡ നോവലായ യാനയുടെ വിവർത്തനത്തിനാണ് പുരസ്കാരം. മലയാളത്തിൽ ഇത് യാനം എന്ന പേരിലാണ് പ്രസിദ്ധീകരിച്ചത്. ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ആദ്യ യോഗം നാളെ ചെന്നൈയിൽ ചേരും. കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ആശാപ്രവർത്തകർക്ക് ഏറ്റവുമധികം വേതനം നൽകുന്നത് കേരളത്തിലാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എടക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നതിൽ നിന്നും തൊഴിലാളികൾ എന്ന നിലയിലേക്ക് കേന്ദ്രം അംഗീകരിച്ചാൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കൂവെന്നും ശ്രീമതി വീണ ജോർജ് പറഞ്ഞു. മഹാകുംഭമേളയിൽ മഹാമണ്ഡലേശ്വരായി അഭിഷിക്തനായ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിനെ തിരുവനന്തപുരത്തെ പൌരാവലിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുതിർന്ന സന്യാസി ശ്രേഷ്ഠന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരതത്തിലെ ഏറ്റവും പ്രാചീനവും വലുതുമായ നാഗസന്യാസി സമൂഹമായ ശ്രീ പഞ്ച് ദശനാം ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായി സ്വാമി ആനന്ദവനം ഭാരതിയെ പ്രയാഗ്രാജ് കുംഭമേളയിൽ വെച്ചാണ് അഭിഷേകം ചെയ്തത്. സംസ്ഥാനത്ത് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ, വിഷു, ഈസ്റ്റർ ഫെയറുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി ജി.ആർ. അനിൽ അറിയിച്ചു. ഈ മാസം 25 മുതൽ 31 വരെ ഓരോ ജില്ലയിലും പ്രധാനപ്പെട്ട ഔട്ട്ലെറ്റുകൾ കേന്ദ്രമാക്കിയാണ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേകം ഫെയറുകളും സംഘടിപ്പിക്കും. സംസ്ഥാന വ്യാപകമായി നാളെയും മറ്റന്നാളും പഞ്ചായത്ത് തല പൊതുവിഴ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കും. മാലിന്യമുക്ത നവകേരളത്തിന്റെ തദ്ദേശ സ്ഥാപനതല പ്രഖ്യാപനങ്ങൾ ഈ മാസം 30 നടക്കുന്നതിന് മുന്നോടിയായാണ് ഇത്. ഈ മാസം 24, 25 തീയതികളിൽ നടത്താനിരുന്ന ബാങ്ക് സമരം മാറ്റിവെച്ചു. ഇന്ന് നടന്ന അനുരഞ്ജന ചർച്ചയിലാണ് തീരുമാനം. IBA, DFS സംഘടനകളുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ TB വിഭാഗം നൽകുന്ന വെങ്കലം അവാർഡിന് കോഴിക്കോട് നാദാപുരം ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തു. ക്ഷയരോഗമുക്ത ഗ്രാമത്തിനായി നാദാപുരം ഗ്രാമപഞ്ചായത്ത് നടത്തിയ ആരോഗ്യ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് അവാർഡ്. IPL 18ാം സീസണ് നാളെ കൊൽക്കത്തയിൽ തുടക്കമാവും. ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ രാത്രി 7:30-നാണ് ഉദ്ഘാടന മത്സരം. സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളായ ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ജർമ്മൻ താരങ്ങളെ 21-12, 21-8 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 2765 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. 236 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 3 കുട്ടികൾക്ക് കുത്തേറ്റു. പെരിന്തൽമണ്ണ താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. SSLC പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ഇംഗ്ലീഷ് മലയാളം മീഡിയം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാളെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കേരളം ഒരു ആധുനിക സമൂഹമായി മാറുന്നതിൽ മലയാള സിനിമയും JC ഡാനിയലും വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ. JC ഡാനിയലിന്റെ വെങ്കല പ്രതിമയുടെ നിർമ്മാണ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ചിത്രാഞ്ജലി സ്റ്റുഡിയോ ക്യാമ്പസിലാണ് പ്രതിമ സ്ഥാപിക്കുക. പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണനെ ഒരു ദിവസത്തേക്ക് തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. തൊടുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത 6 കേസുകളിൽ ഇളംദേശം സീഡ് സൊസൈറ്റി വഴി 60 പേരുടെ 3.5 കോടി തട്ടിച്ചെന്ന പരാതിയിലാണ് അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം കടുത്ത ചൂടും അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യവും വർദ്ധിച്ചതോടെ വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 120ാം പതിപ്പാണിത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു.